ഏതെങ്കിലും ഉസ്താദുമാര് വീട്ടിൽ വരുമ്പോ പഠനത്തിന് മികവ് കുറഞ്ഞ കുട്ടികളെ പറ്റിയിട്ട് ഉസ്താദെ ഇവന് ദ്വാർക്കണം, ഇവന് ആളൊരു മണ്ടനാണ് എന്ന് പറയാൻ പാടില്ല. ഇവനൊരു പൊട്ടനാണ്, കഥല്ലാത്തവനാണ്, ബുദ്ധിയില്ലാത്തവനാണ് എന്ന് ആ കുട്ടിയെ നേരെ മുന്നിൽ നിർത്തിയിട്ട് രക്ഷിതാവ് പറയരുത്. ഈ കുട്ടിയുടെ പഠനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഓർമ്മശക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതൊക്കെ പറയാം. ആ കുട്ടിയെ ഇവൻ അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണ് എന്ന അർത്ഥത്തിൽ അധിക്ഷേപിക്കരുത്. എന്നും അതൊരു മനസ്സിലൊരു മുറിവായി എവിടെ കിടക്കും. ഞാനൊരു പൊട്ടനാണ്, ഞാനൊരു മണ്ടനാണ്, മടയനാണ്, ബുദ്ധിയില്ലാത്തവനാണെന്ന് എന്റെ ഉമ്മ പറഞ്ഞു, ഉപ്പ പറഞ്ഞു, ഇനി ഞാൻ അങ്ങനെ ഉണ്ടാകൂ. ആ കുട്ടിയുടെ മനസ്സിൽ അത് തറച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ പറയരുത്. കഴിവ് കുറഞ്ഞവനാണെങ്കിലും നല്ല കഴിവ് വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയാം, ദുആ ചെയ്യാൻ വേണ്ടി ഉപദേശിക്കാം. പക്ഷേ കഴിവുകേടിലേക്ക് ചേർത്തിക്കൊണ്ട് പറയരുത്. അത് മനസ്സ് വേദനിപ്പിക്കുന്ന വിഷയമായി മാറും. ഏതെങ്കിലും തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ കുട്ടികളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ സ്വകാര്യമായി അവരെ സാന്നിധ്യത്തിലല്ലാതെ വിഷയങ്ങൾ പറയുകയും അതും നല്ല മനസ്സോടുകൂടെ മാത്രം നന്മ കരുതിയിട്ട് നന്മ